ഷൊർണൂരുള്ള മാപ്സ് ഹോട്ടലിൽ നിന്നായിരുന്നു ട്രിപ്പ്. 2-3 ദിവസമായി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളും ഭയങ്കര തിരക്ക് പിടിച്ച ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ അതിനുവേണ്ടി ഇന്ന് നല്ല സുഖമായിട്ടുള്ള ട്രിപ്പായിരുന്നു. മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു, ഹസ്ബൻഡും വൈഫ് മലയാളിയല്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഓണത്തിന് വരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് അമ്പലങ്ങളും പിന്നെ അവരുടെ ഫാമിലി വിസിറ്റിങ്ങുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നല്ല റിലാക്സ് ആയിട്ടുള്ള ഓട്ടം. അതായത് അവർക്ക് നമ്മുടെ നാട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായി ഇഷ്ടമായി. എല്ലാം അവരുടെ ഗസ്റ്റിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ചായയും കാപ്പിയും. അങ്ങനെ ഞാനും അവരോടൊപ്പം തന്നെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈമും. ഭക്ഷണം കഴിച്ചതും എല്ലാം സന്ദർശിക്കലും ഒക്കെ അവരുടെ കൂടെ തന്നെ ആയിരുന്നു. അതായത് നമ്മളൊക്കെ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീല് അതിനേക്കാൾ കൂടുതൽ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരുടെ സന്തോഷം. നമ്മുടെ നാട്ടിലെ മഴ പെയ്യുമ്പോൾ ചെറിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ സന്തോഷം. പിന്നെ അതേപോലെ കേരളത്തിലെ ഫുഡിൻ്റെ രീതി എല്ലാം. മാത്രമല്ല നമ്മുടെ ടാക്സിയിലുള്ള ഡ്രൈവർമാർക്കൊക്കെ പ്രത്യേക പരിഗണനയാണ് കേരളത്തിൽ. അതായത് നമുക്ക് നോർത്തിലൊന്നും പോയി കഴിഞ്ഞാൽ ഡ്രൈവറൊന്നും ആരും മൈൻഡ് ചെയ്യുകയില്ല. അവർ പറഞ്ഞ സ്ഥലത്ത് നിർത്തും, അവരിറങ്ങും, ലഗേജൊക്കെ അവരെ തന്നെ എടുക്കും. അങ്ങനെ ഒരു അധികം നമ്മുടെ നാട്ടിലെ പോലെ നല്ല കെയറിങ് ഒന്നുമില്ല അവരുടെ ഡ്രൈവർമാർ. അവർ തന്നെ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് പറയാം. അപ്പോൾ നമ്മളതിനൊക്കെ വിപരീതമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കലും അവർക്ക് പോകേണ്ട ഇടങ്ങൾക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ ഗട്ടറൊന്നും അധികം ചാടിക്കാതെ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഗട്ടറാണല്ലോ, അതിനൊരു കുറവുമില്ല. അപ്പോൾ അതൊക്കെ അവർ നന്നായി ആസ്വദിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് മിറ്റവും അതേപോലെ ഈ കാണുന്ന പോലെ വാഴത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെ അവർക്ക് കാണുമ്പോൾ അവർ എന്തെന്നില്ലാതെ നമ്മുടെ കേരളത്തെ നന്നായി സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കേരളം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു, ഇനി എത്ര നാൾ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്നും ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് യാത്ര അങ്ങനെ ഇന്നത്തെ അവസാനിപ്പിച്ചു. ഓക്കേ.